ഇടതുപക്ഷ കക്ഷികളിൽ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരാൻ നിഷ്പക്ഷമതികളായ കുറെ ആളുകൾ കടന്നു വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിയൊഴുക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ കോൺഗ്രസ് കടിപിടി കൂട്ടാഞ്ഞാൽ മതി. കോൺഗ്രസ് ഒന്നുകൂടെ ഊർജ്ജസ്വലരായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മുഖ്യനാണെന്നല്ലേ ആ ഒരു കടി കൂട്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മമതാ ബാനർജി പാർട്ടി അടക്കം ഇവിടെ ഒരു മുന്നണിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ ഒരു ഭരണം ഉണ്ടാവും. ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടതുപക്ഷത്തിനോ പിന്നെ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ മറുപടിയില്ല. ഞാൻ വള്ളിക്കുന്ന് ബ്ലോക്ക് പ്രസിഡന്റാണ്. എന്താ പറയുക, ഡോക്ടർ മുഹമ്മദ് മേമൻ 15 കൊല്ലം സ്ഥിരം പ്രസിഡൻ്റായ ആളാണ്. ഈ 15 കൊല്ലം പ്രസിഡൻ്റായ ആളെ നല്ല പ്രവർത്തനം, നല്ല എന്നെ കൊണ്ടുള്ള കഴിവിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ NCPൻ്റെ പാർട്ടിൻ്റെ എല്ലാ നേതാക്കന്മാരായിട്ടും വളരെ ബന്ധം അടുപ്പും പ്രകടിപ്പിച്ച ആളാണ്. NCPക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല, NCPക്ക് പാർട്ടിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, പാർട്ടി തീരുമാനം എടുത്താൽ അത് LDF സ്വീകരിക്കൂല. ഇപ്പം മന്ത്രി സ്ഥലം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ PC ചാക്കോ ഈ NCPൻ്റെ പ്രസിഡൻ്റാണ്. അയാൾ ഈ കാര്യം മന്ത്രിനെ മാറ്റണം, അതൊരു പാർട്ടിൻ്റെ ഒരു ഫുൾ പവർ ഉണ്ടല്ലോ, ആ പാർട്ടിൻ്റെ ഫുൾ പവറിനനുസരിച്ച് പാർട്ടി പറഞ്ഞാൽ LDF CPM അല്ല തീരുമാനിക്കേണ്ടത്, ആ പാർട്ടിയാണ്. ആ ഘടകകക്ഷിപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ആ ഘടകകക്ഷിയാണ് തീരുമാനിക്കേണ്ടത്. അതിനുകൂടി അവകാശമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ സ്ഥാപക നേതാവായിട്ടാണ് ഞങ്ങൾ അൻവർ സാഹിബിനെ കാണുന്നത്. ആ സ്ഥാപകൻ്റെ ഒപ്പം ഞങ്ങൾ അണിചേരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ കുറേ CPMകാർ ഞങ്ങളൊപ്പം പോരുന്നുണ്ട്, കുറേ INLകാരും CPMകാരും CPIക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഘട്ടം ഘട്ടമായിട്ടേ അവർ പോരുള്ളൂ, ഒറ്റടിക്ക് പോരുമെന്നല്ല, ഘട്ടം ഘട്ടമായിട്ടേ പോരുള്ളൂ. ആസ്വാരസ്യങ്ങളുണ്ട്. അപ്പം ലെവലിലല്ല പോണത്. അപ്പൊ പാർട്ടി നമ്മൾ ഈ പാർട്ടിയിൽ ഈ 10 കൊല്ലം നമ്മൾ ഈ NCPയിൽ ഒരു മുന്നണി സ്വീകരിക്കാതെ നിന്ന് ഈ മുരളി വന്ന കാലത്ത് ഞങ്ങൾ 2 മുന്നണിയും സ്വീകരിച്ചില്ല. ഭരണമില്ലാതെയും മുന്നണി ഇല്ലാതെയും 10 കൊല്ലം ഞങ്ങൾ പാർട്ടിയായിട്ട് മുന്നോട്ട് പോയി. അന്നും ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല. ആളുകളെല്ലാം ഒരു മനസ്സ് മടുത്തിരിക്കുകയാണ് ഈ ഭരണം കൊണ്ട്, മെയിൻ അതാണ്. അപ്പോൾ ഇതിന് പിന്നെ ഇതേപോലത്തെ ആളുകൾ നമ്മുടെ നേതാക്കന്മാർ കടന്നു വന്നാൽ ഒരു പഴയകാല ഒരു ഊർജം ആളുകൾക്ക് ലഭിക്കും. ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം അതാണ്. ഇവിടുത്തെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു അനീതി കണ്ടാൽ ഒരു പ്രതിഷേധം ഒന്നുമില്ല. ഇപ്പോൾ സംഗതി അവർ ഭരണത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു അനീതി കണ്ടാൽ DYFI ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾക്ക് എന്താ പറയാ, ഒരു എന്തെങ്കിലും ചെറിയൊരു വിഷയം ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം വന്നാൽ ആ വ്യക്തിനെ നമ്മൾ ചൂണ്ടിക്കാട്ടി കൊടുത്താൽ പോലീസ് അറസ്റ്റ് ചെയ്യാനോട് തയ്യാറല്ല. ഇപ്പം ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റ്, വെള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ്, അയാൾക്ക് രാത്രി അടി കിട്ടിയിട്ട് അത് ഞങ്ങൾ പോലീസിന് ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്താൽ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അയാളിപ്പോൾ രണ്ടാമത് കോടതി കൊടുത്തിക്കുക, ഇങ്ങനൊരു ഓഫീസ് ഞങ്ങൾ മുട്ടാൻ ബാക്കിയില്ല. ഇപ്പം അയാൾ കോടതി കൊടുത്തിക്ക ആ പ്രതികളെ കിട്ടണം എന്ന് അറിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഈ ഇടതുപക്ഷ ചിന്താഗതിയും പറ്റി ഈ കാലം വരെ ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോയി. ഇതിപ്പോൾ നമ്മൾ അൻവർ സാഹിബിൻ്റെ പാർട്ടിക്ക് വന്നാലും അതും ഞങ്ങൾക്ക് വളരെ ഉത്തമമായിട്ട് നല്ല ഒരു തീരുമാനമായിട്ട് പ്രതീക്ഷ ഒരു ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു നേതൃത്വമാണ് അൻവർ സാഹിബിന്റെ. പിന്നെ വെറുതെ ഒരു ആൾക്കൂട്ടം വിളിച്ചുണ്ടാക്കിയിട്ടുള്ള സംഗതിയില്ല. ക്രമേണ പ്രതീക്ഷ ക്രമേണ ഇത് നമുക്ക് ഫലവത്താവും. യുവാക്കൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഒക്കെ. അപ്പൊ അത് കയറിക്കൊണ്ട് ഇവിടുന്ന് ഇപ്പോ പഴയ ബ്രാഞ്ച് സെക്രട്ടറിമാര്, CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാര് ഒക്കെ കടന്നു വരാൻ റെഡി ആയിട്ടുണ്ട്, കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെറിയ ഓരോ ഇഷ്യൂകളാണ്. എന്നിരുന്നാലും ഒരു കൺവെൻഷൻ, ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ വളരെയധികം സജീവമായിട്ട് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നല്ല കുറച്ചൊക്കെ ആൾക്കാർ നമ്മളേക്ക് കയറി വന്നിട്ട് ഇനിയും ഓരോരുത്തരായിട്ട് ഇന്നും കൂടെ ഇപ്പൊ 2-3 ആൾക്കാർ പഴയ CPMൽ പ്രവർത്തിച്ചപ്പോൾ നമ്മളെ കൂടെ ഇന്നും കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPനും CPMനെയും ഒരേമാതിരി എതിർത്ത്
ഭരണം പിടിച്ചെടുത്ത ആളാണ് ഞങ്ങളെ പാർട്ടി നേതാവ് മമത മമതാ ബാനർജി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഭയങ്കര ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഊർജമായിട്ടാണ് ഞങ്ങൾക്ക്. അതേമായി തന്നെ അണികൾ ഇവിടെ ഇതിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന അണികൾക്കുള്ള താല്പര്യം. പിന്നെ മൊത്തത്തില് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇപ്പത്തെ ഭരണം, കേരള സർക്കാരിന്റെ ഭരണം ആർക്കും ഒരു താല്പര്യമില്ല. ഒരു കുട്ടിയും CPM പെട്ട എത്രയോ ആളുകൾക്കും വ്യക്തിപരമായിട്ടും അല്ലാതെ നിലക്കും ഒരു താല്പര്യമില്ല. കാരണം എല്ലാം നികുതികൾ കൂട്ടി, മറ്റുള്ള സംഗതികൾ ചെലവുകൾ വർദ്ധിച്ചു. പിന്നെ വൈദ്യുതി ചാർജ് ഇപ്പൊ KCB നമ്മളോട് മിണ്ടാതെ പറയാതൊക്കെയാണ് ഇപ്പൊ ഓരോ സംഗതികൾ കൂട്ടുന്നത്. ഇപ്പൊ നികുതി ഇപ്പൊ ഈ അടുത്ത കാലത്ത് നികുതി 50% കൂട്ടി. ഇപ്പൊ 15 വർഷം മുമ്പുള്ള വണ്ടിന്റെ 50% ടാക്സ് കൂട്ടിയത്. ഇതിന് ഇവിടെ പിന്നെ ആരും ഒന്നും പ്രതികരിക്കണമില്ല. മാറ്റത്തടിക്കണ എല്ലാ നിലപാടുകളും സാധാരണക്കാരനെ മാറ്റത്തടിക്കുന്ന നിലപാടുകളാണ്. ആൾ പിൻബലുണ്ട്, മനസ്സുകൊണ്ട് എത്രയോ ആളുകൾ അൻവറിന്റെ കൂടെ ഉണ്ട്. ഇനി അതൊരു പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇതിലേക്ക് കടന്നു വരും. ഈ മേഖലയിൽ നിന്ന് എല്ലായിടത്തും വരും. ഇപ്പൊ പിന്നെ മലയോര മേഖലയിൽ നിന്നാലും മറ്റുള്ള എല്ലാ കാർഷിക മേഖലയിൽ നിന്നാലും എല്ലാവരും മേഖലയിൽ നിന്ന് ആൾക്കാർ അൻവറിന്റെ കൂടെ കടന്നു വരുന്നതാണ് നമ്മൾ പ്രതീക്ഷ. ഇവിടെ ഒരു മനുഷ്യനെ കൊന്നാൽ പ്രശ്നമില്ല, ഒരു പന്നിനെ കൊന്നാൽ പ്രശ്നം. ഈ ഒരു നിയമങ്ങളാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം എത്ര കൃഷികളാണ് ഇവിടെ നശിപ്പിക്കുന്നത്. പെരുവള്ളൂർ പഞ്ചായത്തിലെ അനവധി ആളുകളെ കൃഷി നശിച്ചുകൊണ്ടേയിരിക്കുക. കാരണം കൃഷി ചെയ്യും പന്നിയൊന്നും. നായ്ക്കളെ കൊണ്ട് റോട്ടുമക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ. പ്രത്യേകിച്ച് ഈ 3.5 കൊല്ലം ഒരു ഭരണത്തിന്റെ ഒരു താങ്ങും തണലും ഈ രാജ്യത്ത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. പഴയ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഈ കോൺഗ്രസ് കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങൾ കോൺഗ്രസ് കൂടെ വന്നിട്ടാണ് ഈ മുന്നണിയിൽ ഞങ്ങൾ കയറിയത്. NCP കയറി ഞങ്ങള് നല്ല ഒരു ആകർഷണമുള്ള നേതാവേനി പിണറായി വിജയൻ. അത് 5 കൊല്ലത്തിന് 3.5 കൊല്ലത്തിന്റെ അപ്പുറം ഇപ്പുറത്തേക്ക് തച്ച് തമർത്തി മൂപ്പര്. അതാ ഭരണം തച്ച് തമർത്തി. ഉദ്യോഗസ്ഥന്മാര് നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ എല്ലാം വയ്യ. ഒരു ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓല് പറയും പോലെ കേൾക്കണം. ഇവിടുത്തെ സാധാരണക്കാരോ നമ്മളെ നീതി പൈസ എടുത്തിട്ടാണ് ഇവര് ശമ്പളം വാങ്ങുന്നതെന്ന് ഓൽക്ക് ഓർമ്മയില്ല. നമ്മൾ തമ്പുരാമ്പടിക്കൽ നിൽക്കണായിരിക്കണം ഇവര് ചെല്ലുമ്പോ. അതിപ്പോണ്ടായതാണ്. ഈ പിണറായി സർക്കാരിന്റെ ഈ 3 കൊല്ലത്തിന്റെ ഇങ്ങോട്ടുണ്ടായതാ. ഏത് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും നമുക്ക് നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒരു ഗുണമില്ല. ഒരു സാധാരണക്കാരന് ഒരു പ്രതീക്ഷ ഇല്ല. ഒരു സംഗതി ശരിയാവും. നമ്മളിപ്പോ അങ്ങനെയാണ്. നമുക്കൊരു ഭരണം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു സർക്കാർ ഉണ്ടെന്നല്ലോ. ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ പറമ്പിൽപ്പീടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കള്ളും കഞ്ചാവും അതൊക്കെ ഇവിടെ നിത്യേന മൊത്തത്തിൽ നടക്കുന്നതാണ്. നമ്മൾ പെരുള്ളൂര് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, MDM ഇല്ലാത്ത കിട്ടാത്ത നാടില്ല, പഞ്ചായത്തില്ല. ഒക്കെ അതിനൊക്കെ ഒരു ഭരണത്തിന്റെ പരാജയമാണ്, ആഭ്യന്തരത്തിന്റെ പരാജയമാണ് ഇത് കാണിക്കുന്നത്. നിയന്ത്രിക്കണില്ല. ബിസിനസ്സിലാണ് എല്ലാം അങ്ങനെ ആയിപ്പോയി. മമതാ ബാനർജിനെ പോലത്തെ നേതാക്കന്മാർ ഇപ്പൊ നമ്മള് ബംഗാളിൽ കണ്ടു, പശ്ചിമ ബംഗാളിൽ കണ്ടു. മമതാ ബാനർജിനെ പോലെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ജനങ്ങളിൽ. എല്ലാവർക്കും പിന്നെ തുണി വ്യവസായത്തിലായാലും എല്ലാവർക്കും മമതാ ബാനർജിയിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച നമുക്ക് കേരളത്തിൽ അൻവറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ പ്രതീക്ഷ. അങ്ങനെ ആകട്ടെ എന്ന് കരുതുക. ഡൽഹി ഇലക്ഷനെ കുറിച്ച് കോൺഗ്രസിൽ തന്നെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. അത് ഇന്ത്യ മുന്നണി, അത് ശരിക്കും കോൺഗ്രസിന്റെ പരാജയമാണ്. അത് കോൺഗ്രസ് പിന്നെ ആം ആദ്മിനെ തഴഞ്ഞതുകൊണ്ടാണ് അവിടെ വോട്ടുകൾ ശിഥിലമായി പോയി. ഇനിയും എങ്കിലും ഇന്ത്യ മുന്നണി ഒരു ഉണർത്തും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇതന്നെ സംഭവിക്കാം. CPM-ന്റെ കളിയാണ് ഈ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം. അത് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് കൊടുത്താൽ തന്നെ ഇവർ ജയിക്കുമല്ലോ. CPM-ന് അത്ര, കാരണം ഒരു BJP-ന്റെ ഒരു സീറ്റ് വേണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ മുന്നേ BJP-ക്കാരും CPM-കാരും ചർച്ച നടത്തി പോയതാ. അതെല്ലാവർക്കും ഇവിടെ അറിയാം. പിന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ആദ്മി പാർട്ടി വരുന്നത്. അത് കോൺഗ്രസിന്റെ എന്റെ അഭിപ്രായം പറയട്ടെ, കോൺഗ്രസിന്റെ തകരാറല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനോടനുബന്ധിച്ചുള്ള നമ്മളെ മമതാ ബാനർജിനെ പോലത്തുള്ള പാർട്ടികൾ കോൺഗ്രസിനോട് കൂടി, കോൺഗ്രസും മമതാ ബാനർജിയും കൂടിയിട്ട് ഈ രാജ്യം ഭരിക്കണം. അപ്പോൾ ഈ ജനങ്ങൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും BJP-നെയും ഇന്ത്യ രാജ്യത്തെ എതിർക്കുന്ന ഏക പാർട്ടി മമതാ ബാനർജിന്റെ പാർട്ടിയാണ്.
അതാണ് കേരളത്തിൽ സജീവമാവണം. അത് കേരളത്തിൽ സജീവമാണോ, അതാണ് ഞങ്ങൾ ആവശ്യം. അതിനാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഈ രാജ്യം 140 MLA അൻവർ സാഹിബിനെ പോലത്തെ ഒരു ചങ്കൂറ്റുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിലില്ല. ഇപ്പോൾ ഈ ഇവിടെ മമതാ ബാനർജിന്റെ പാർട്ടി ചേരുന്നല്ലോ പെരുവള്ളൂരില്, വള്ളിക്കുന്ന് മണ്ഡലത്തില്. ആ പാർട്ടി ഇവിടെ ഉണ്ടായില്ലേ? നിലവിലിപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്ത് ഈഴവര് വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. പ്രശ്നങ്ങൾ അതിനനുസരിച്ച് കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ മറുപടിയും പറയാം. ഇത് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഒരാൾ ഇപ്പൊ മുരളി ഒരു പ്രതീക്ഷിക്കുന്നു, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്. അങ്ങനെ ഇനി ഒരു ഒറ്റക്കെട്ടായിട്ട് പഴയ കാലത്ത് 2 ധ്രുവങ്ങളായിരുന്നു, ഒന്ന് കരുണാകരൻ അല്ലെ ആന്റണി ഗ്രൂപ്പ്. ഇപ്പൊ അതല്ല. ഇപ്പൊ മുരളി വേറെ, സുധാകരൻ വേറെ, ചെന്നിത്തല വേറെ, സതീശൻ വേറെ, അങ്ങനത്തെ വേണ്ട. അതേമാതിരി KC വേണുഗോപാൽ വേറെ. അവരൊക്കെ നേതാക്കന്മാരാണ്, അവരൊക്കെ പിന്നിൽ ഓരോരുത്തരുമാണ്. മനസ്സിലാകണില്ലല്ലോ എങ്ങനെയായിട്ടോ. അതാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാകണില്ല. ഇത് കോൺഗ്രസിന്റെ അടുത്ത് ഭരണം പോവും ഇവർ ഈ കളി കളിച്ചാലെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവിനും മനസ്സിലാകണില്ല. കാരണം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിന് ഒരു പരിധി വരെയല്ലേ ബലോട് സംസാരിക്കാൻ കഴിയുള്ളൂ. രാഹുൽ ഗാന്ധിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ ഹൈക്കമാൻഡിനെ വില വെക്കുന്നില്ല. ഇല്ലല്ലോ. ഹൈക്കമാൻഡിനെ വില വെക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ആവൂല. ഇവരാണ് ഹൈക്കമാൻഡ്. കേരളത്തിലെ ഈ 4-5 ആളുകളെ ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡിന് കേന്ദ്രത്തിന് വില വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, കേന്ദ്രം പറയുന്ന ലൈനിൽ കൂടി പോവുകയാണെങ്കിൽ കേരളം എന്നോ പിടിച്ചെടുക്കും കോൺഗ്രസ്. ഇവർക്ക് എന്താ അധികാരമോഹാണ്. അധികാരം കിട്ടുന്നില്ല. ഇപ്പൊ ഇവര് ഞങ്ങളെ ഒരു അഭിപ്രായം പറയാ, കോൺഗ്രസ് ഒരു എന്താ പറയാ തമ്മിൽ തല്ലാതെ കോൺഗ്രസും ലീഗും ഈ മമതാ ബാനർജിന്റെ അൻവർ സാഹിബിന്റെ പാർട്ടി കൂടി കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ 140 സീറ്റിൽ നിന്ന് 100 കയ്യും. അത്രയും ഈ LDF-നോട് മടുത്തിക്കണ് ഞാൻ. അത്രയ്ക്കും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ അണികൾക്കൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നേതാക്കന്മാരാണ് പ്രശ്നം. അതിനൊക്കെ കേഡർ സ്വഭാവം, ഇവിടെ പാർട്ടി ലെവലിൽ കേഡർ സ്വഭാവം ഉള്ളത് ഇന്ന് മുസ്ലിം ലീഗാണ്. ഭരണം ഇല്ലെങ്കിലും അവരുടെ പ്രവർത്തനം അവരെന്നും നിലനിർത്തിക്കൊണ്ടുപോകും. എല്ലാ മേഖലയിലും. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മലപ്പുറം ജില്ലയിൽ നേടാൻ കഴിയും, പക്ഷെ പുറത്തേക്ക് ഒന്നും നേടാൻ കഴിയില്ല. അതിന് അവർക്കുള്ള കോൺഫിഡൻസ് ഇല്ല, ധൈര്യമില്ല. അതാണ് തൃണമൂലും മുസ്ലിം ലീഗും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടിയായിട്ട്, നല്ലൊരു മുന്നണിയായിട്ട് ഇവിടെ നമുക്ക് കുറെ ആൾക്കാർ, നിഷ്പക്ഷമായ ആൾക്കാർ ഈ മുന്നണിക്ക് കടന്നു വരും. വില പേശാൻ പറ്റിയ അങ്ങനത്തെ ഒരു ശക്തി എന്താ വെച്ചാൽ ഈ CPM നിന്ന് വരുന്ന ആളുകളുണ്ടല്ലോ, CPM പാർട്ടി അനിഷ്ടം കൊണ്ടാണ് അവർ വരുന്നത്. പാർട്ടിന്റെ പ്രവർത്തനം ഏകാധിപത്യം കൊണ്ടുപോക്കാണ്. അപ്പൊ പല ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക്, ലോക്കൽ LC-ക്ക്, ഏരിയ സെക്രട്ടറിക്ക് വരെ പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ളവർക്ക് പോയാൽ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. കാരണം ഈ ആഭ്യന്തരം, ഈ പോലീസ് വകുപ്പ് എന്നുള്ളത് ഇവയൊക്കെ BJP അനുഭാവികളാണ് ഈ തലപ്പത്തിരിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊന്നും വേണ്ട പ്രാതിനിധ്യം ഒരു സംഗതിയിൽ ഇടപെട്ടിട്ട് അവർ പരിഗണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ തൃണമൂലിലേക്കും പിന്നെ മുസ്ലിം ലീഗിലേക്കും കടന്നു വന്ന് നല്ലൊരു ശക്തിയായിട്ട് മാറാൻ ഇത് കഴിയും. ഇന്നലെ ഇവിടെ വയനാട് 2 ആള്, ഇത്ര ആൾക്കാരെ പോയി മരണപ്പെട്ട്. ഇതിനൊരു അറുതി വേണ്ടേ? ഇതിനെന്തെങ്കിലും ചെയ്യണ്ടേ? വനമന്ത്രിയാണ്, ഒന്നും ചെയ്യുന്നില്ല. അയാൾ മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടു, മുഖ്യമന്ത്രിന്റെ ഒരു പാലാട്ടിയായിട്ട് ഇങ്ങനെ നടന്നു പോവാന്നല്ലാതെ പാർട്ടിക്കോ പാർട്ടി അണികൾക്കോ ഒന്നുമില്ല, ഒരു ഗുണമില്ല. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇത് NCP വിടാനുള്ള കാരണം, മെയിൻ കാരണം. കോൺഗ്രസ് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്തായാലും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കില്ല ആരാ മുഖ്യമന്ത്രി ആണെന്ന്. അതിന് അംഗീകരിച്ചാ പോരെ. ഇവര് സ്റ്റേജിൽ ഇങ്ങനെ അടി അടക്കുക, ഞാൻ ഇവർക്ക് ആരവിടെ കൂട്ടക്കാരാ മുഖ്യമന്ത്രി സ്ഥാനം എടുത്തുവെച്ചിരുന്നത്? ജയിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി. ആര് ഇത്രയും അറിവില്ലാത്തൊരു മനുഷ്യന്മാര്, നേതാക്കന്മാര് എന്താ പോയാലും ഇതിനെപ്പറ്റി പറയാ. അതെ, പ്രതീക്ഷ ഉണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷ. ഞങ്ങൾക്ക് NCP-യിൽ നിന്ന് മാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷ ഘടകകക്ഷികളിൽ നിന്ന് കുറെ ആളുകൾ നമ്മളെ കൂടുതൽ വരും. അൻവറിനൊപ്പം കൂടെ വരും. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും വരും. അങ്ങനെ വന്നിട്ട് നമ്മൾ ഇതൊരു ശക്തിയായി മാറുന്നുള്ള ഭയങ്കര പ്രതീക്ഷ നമുക്ക്.